ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ദൈവരാജ്യത്തിന്റെ ഉപമ കൊയ്ത്തിനോട് ഉപമിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ക്രിസ്തു ദൈവവചനമായ വിത്ത് വിതയ്ക്കുന്നു. അത് ക്രിസ്തുവാണ് ആ വിത്ത് വിതയ്ക്കുന്നത്. അഥവാ ഒരു മനുഷ്യനും ഞാനാണ് വിത്ത് ഉണ്ടാക്കിയതെന്നോ കൊയ്ത്ത് ഉണ്ടാക്കിയതെന്നോ അവകാശപ്പെടുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. മനുഷ്യന്റെ പങ്ക് അത് വിതയ്ക്കുക, നനയ്ക്കുക, കൊയ്യുക എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് അത് വളരുമാറാക്കുന്നത് ദൈവമാണ് എന്ന് 1 കൊരിന്ത്യർ ലേഖനം 3:6-7 വാക്യങ്ങളിൽ അപ്പോസ്തലൻ ഉദ്ധരിച്ചിരിക്കുന്നത്. വീണ്ടും 4-ാം അധ്യായത്തിന്റെ 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു ഉപമ, കടുകുമണിയുടെ ഉപമ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തില് അവിടെ പറയുവാനായിട്ടിടയായിട്ടുണ്ട്. ഇത് ദൈവരാജ്യത്തിന്റെ ചെറിയ ആരംഭത്തെയും വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള ക്രമാനുഗതമായ വളർച്ചയെയുമാണ് അത് കാണിക്കുന്നത്. യേശുവും ശിഷ്യന്മാരും വളരെ ചെറിയ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 22, 23 ഒക്കെ വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് അവിടെയും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ വളരെ ചെറിയ രീതിയിൽ അക്ഷരാഭ്യാസമില്ലാത്ത ആ പ്രിയപ്പെട്ടവര് അങ്ങനെ യേശുവിന്റെ തന്നെ ചരിത്രം എടുക്കുമ്പോൾ ഇവൻ തച്ചന്റെ മകനല്ലയോ, യാക്കോബ്, യോസേ, യൂദ ഒക്കെ അല്ലയോ ഇവന്റെ സഹോദരന്മാര് എന്ന് പറഞ്ഞ് നിന്ദിക്കുന്ന പരീക്ഷാഗണത്തെയും മറ്റുള്ളവരെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പഠിപ്പില്ലാത്തവരും ആ സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളൊന്നുമില്ലാതിരുന്ന ആ സാഹചര്യത്തില് യേശുവും ശിഷ്യന്മാരും ദൈവരാജ്യത്തിന്റെ ആ പ്രവർത്തനം ആരംഭിക്കുവാനായിട്ട് ഇടയായിത്തു. എന്നാൽ ഇന്ന് അതൊരു വലിയ വൃക്ഷമായിട്ട് പടർന്ന് പന്തലിച്ച് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വളർന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനമാകുന്ന വിത്തിന്റെ ശക്തിയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഏതൊരു വിത്തും അത് അല്പകാലം മണ്ണിനടിയിൽ കിടന്നാൽ പിന്നത്തേതില് അത് മുളച്ചു വന്ന് വലിയ ഫലം കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ വലിയ വൃക്ഷമായി തീരുന്നത് പോലെ ദൈവരാജ്യത്തിന്റെ വളർച്ച ഇന്ന് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സഭയുടെ വളർച്ച അത് തുടർന്നുകൊണ്ടേയിരിക്കും. വീണ്ടും അവിടെ പറഞ്ഞിരിക്കുന്നത് ആകാശത്തിലെ പറവകൾ കൊമ്പുകളിൽ അഥവാ ശാഖകളിൽ അത് സഭയെ കാണിക്കുന്നതാണ്, കൂടുകൂട്ടുന്നു. ഇന്ന് സഭ അനേകർക്ക് വിടുതലിന്റെയും ആശ്വാസത്തിന്റെയും ഇടമാണ്. ഇവിടെ പറവകൾ എന്ന് പറയുമ്പോൾ പറവകളെ ചില ഭാഗങ്ങളില് അത് ദുഷ്ടന്റെ ആജ്ഞാനുവർത്തികളായിട്ടും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദുഷ്ടൻ പല നിലകളിൽ ബന്ധിച്ച് പ്രയാസത്തിലാക്കി, കഷ്ടതയിലാക്കി, രോഗത്തില്, ഞെരുക്കത്തില്, ബന്ധനത്തില് ഒക്കെ ആയിരിക്കുന്ന അനേക ജീവിതങ്ങൾ ഇന്ന് ദൈവവചനത്തിലൂടെ, സഭയിലൂടെ, അതിന്റെ ശാഖകളിലൂടെ വിടുതൽ പ്രാപിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് അവകാശികളായിത്തീരുന്ന ആ ചരിത്രമാണ് നമുക്ക് പുതിയ നിയമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നത്. അതെ പ്രിയമുള്ളവരെ, കർത്താവ് തന്റെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉത്പ്രാപണത്തിന് വേണ്ടിയിട്ട് തന്റെ സഭയെ ദൈവം ശക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അന്ത്യനാളുകളിൽ എന്ന് വീണ്ടും നാം മനസ്സിലാക്കിക്കൊണ്ട് ആ പുനരുത്ഥാനത്തിനായി ശക്തിയോടെ ദൈവവചനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മണവാട്ടി എഴുന്നേൽക്ക നീ മണവാളൻ ക്രിസ്തു ആഗതനായി.
ആഗതനായി. സ്ത്രീരത്ന കൂട്ടത്തിൽ രാജകുമാരി നിന്നെ ചേർത്തിടുവാൻ കാന്തനുമായി വന്നിടാറായി. സ്ത്രീരത്ന കൂട്ടത്തിൽ രാജകുമാരി നിന്നെ ചേർത്തിടുവാൻ കാന്തനുമായി വന്നിടാറായി. സഭയാം മണവാട്ടി എഴുന്നേൽക്ക നീ, നിൻ മണവാളൻ ക്രിസ്തു ആഗതനായി. സഭയാം മണവാട്ടി എഴുന്നേൽക്ക നീ, നിൻ മണവാളൻ ക്രിസ്തു ആഗതനായി. ചെവി ചായ്ക്ക നീ, വിസ്മരിക്ക ഭവനവും നിഞ്ജനത്തെയും. ആ ആ കുമാരി കേൾക്ക നോക്ക ചെവി ചായ്ക്ക നീ,